വല്ല കഴിക്കാൻ വല്ല പരിപാടി വേണമോ? അഭയ, ഇത് ശരിക്കുള്ള നിരാഹാര. അതെ. ഈ അന്നാസാരയുടെ ലൈനിൽ നീങ്ങിട്ട് വല്ല രക്ഷ ഉണ്ടാവോക്കില്ലേ? നടക്കുമോ നടക്കാതിരിക്കോ ചേട്ടാ. അവന് വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുമോന്ന്. നടത്തിയാലും AC മാത്യൂസ് ചെയ്ത തെണ്ടിത്തരം നാട്ടുകാരറിഞ്ഞില്ലേ? ജോയി ചെയ്തതാ ശരി. അവന്റെ ലക്ഷ്യം തൃശ്ശൂരോ കേരളോ ഇന്ത്യയിലോ അവൻ പണ്ടേ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല ജോയ്മോന്റെ ഫസ്റ്റ് ബിസിനസ്സിൽ പാർട്ണറാവാൻ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുള്ളൂ. എന്റെ പൊന്നുമോനാ ജോയി. അതിന് മാത്രം എന്തുണ്ടായിന്നാ JP പറയണേ? ആശുപത്രിക്ക് പുറപ്പെട്ട മുമ്പ് അനുഭവം ഉണ്ടല്ലോ. ദിവസങ്ങൾ ചെല്ലുന്നോറും ജനങ്ങൾ കൂടി വരും. ചാനലുകാർ കയറിയങ്ങ് മെയ്യും. ബൈ ഇലക്ഷൻ നമ്മൾ തോക്കും, കോർപ്പറേഷനും കയ്യിൽ നിന്ന് പോവും. അവനെ റിലീസ് ചെയ്യാണ്ട് മാഷ് ഉപവാസം നിർത്തില്ല. ഇങ്ങനൊരു ഊച്ചാളിയുടെ മുമ്പിൽ തോൽക്കണോ JP? തോൽവി മുന്നോട്ടുള്ള വഴിയാണെങ്കിൽ അതിൽ കൂടെ നടക്കാൻ പിന്നെ എന്താടാ നാണക്കേട്? രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടൊന്നുമില്ല. അത് നീ ആയാലും ഞാനായാലും. മിടുക്കനാവൻ. മാഷിന്റെ ഉപവാസത്തിന്റെ ബഹളത്തിൽ ബൈ ഇലക്ഷൻ ജയിക്കാൻ വിചാരിക്കുന്ന KFC-കാർക്ക് നമ്മൾ കൊടുക്കാൻ പോണത് ഒരടിയാ. അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു തുറുപ്പ് ചീട്ട്. സമർത്ഥൻ, ഈ സമരം അവസാനിപ്പിക്കാൻ എന്താ നിനക്ക് വേണ്ടത്? പുറത്തു നടക്കണൊക്കെ നമ്മൾ അറിയണ്ട് നേതാവേ. ഈ ബിസിനസ്സിൽ നമുക്കെന്താ നേട്ടം? നിന്റെ ബാങ്ക് ലോൺ പാർട്ടി ഏറ്റെടുക്കുന്നു. ദേവസ്വത്തിൽ നിന്നും പുണ്യാളൻ അഗർബത്തീസിന് വേണ്ട പെർമിഷൻ അതും ഞങ്ങൾ ഏൽക്കുന്നു. പകരം എനിക്ക് വേണ്ടത് ഈ വരുന്ന ബൈ ഇലക്ഷനിൽ നീ RIP സ്ഥാനാർത്ഥി. ഈ ഇലക്ഷൻ ജയിക്കാൻ നിന്നേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പൊ എന്റെ മുന്നിലില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ ഇതോടുകൂടി മാഷിന്റെ ഉപവാസം തീരുന്നു, നിന്റെ പ്രശ്നങ്ങളും തീരുന്നു, ഞങ്ങളെ വലിയൊരു തലവേദനയും ഒഴിയുന്നു. ആലോചിക്ക. അവസരം ജീവിതത്തിൽ ഒരിക്കലേ വന്നിങ്ങനെ തട്ടി വിളിക്കും. ആലോചിക്ക. നമ്മുടെ മുമ്പിലേക്ക് ഓരോ പാത്രത്തിൽ വീഞ്ഞും വിഷവും വെച്ച് നീട്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ വേറെ എന്തിട്ട് ഓപ്ഷനല്ല മാഷെ. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട വഴിയാണോ പൊളിറ്റിക്സ്? കാലം അതല്ലേ മാഷെ. നമ്മൾ കാണുന്ന പുറത്തുള്ള കളികളുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ തെണ്ടികളുടെ കൂടെ അകത്ത് നിന്ന് കയറി കളിക്കാൻ പറ്റിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ജയിച്ച മിനിമം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഷുവറാ നമ്മുടെ ബിസിനസ് അനുവിന്റെ പേരിലാക്കിയാ പോരെ? പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം എനിക്കത് മനസ്സിലാവില്ല കുട്ടി. ഞാൻ പുണ്യാളൻ അഗർബത്തീസ് എന്ന കമ്പനിക്ക് ഒരു പേരിട്ടതിന്റെ കാര്യം എന്താണെന്നറിയോ മാഷ്ക്ക്? ഇരിക്കട്ടെ ദൈവത്തിന്റെ ഒരു സപ്പോർട്ട്. അതായിരുന്നു ആറ്റിറ്റ്യൂഡ്.
ആ കൈക്കൂലി കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി മാഷെ. നമ്മുടെ കഷ്ടപ്പാടിനൊപ്പം നിൽക്കുകയും ആപത്ത് സമയത്ത് ഒരു കൈതന്ന് സഹായിക്കുകയും ചെയ്യണവരാ ഒറിജിനൽ പുണ്യാളന്മാര്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ മാഷെ, നിങ്ങളൊക്കെയാണ് ട്ടാ ആ ടീംസ്. ഇറങ്ങട്ടെ മാഷെ, നാളെ നോമിനേഷൻ കൊടുക്കണം. ജയിച്ചു വെച്ചാ 1-2 കൊല്ലം കൊണ്ട് തൃശ്ശൂരിന്റെ ഫേസ് നമ്മൾ മാറ്റും. അത് ഞാൻ മാഷ്കാരനൊരു വാക്കാ. പാവം ഒടുക്കത്തെ വെള്ളടിയായിരുന്നു, വയറുണ്ടല്ലേ. പാർട്ടി കീഴ്വഴക്കനുസരിച്ച് KCയുടെ മരണത്തിൽ അനുശോചിക്കാൻ 24 മണിക്കൂർ ഹർത്താൽ ആഹ്വാനം ചെയ്യണ്ടേ? ഹർത്താൽ നടത്തിയിട്ട് എന്തുട്ട് അനുശോചിക്കാനാണ്ടാ? ഈ കീഴ്വഴക്കം എന്ന് പറയണതേ മാറ്റാനുള്ളതാ. നീ വായോ. പുണ്യാളൻ അഗർബത്തീസിന്റെ നല്ല നടത്തിപ്പിന് എനിക്ക് താങ്ങും തള്ളായിട്ടുണ്ടായിരുന്നത് മാത്യൂസ് ചേട്ടനായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള് 100 വൃക്ഷത്തൈകൾ അദ്ദേഹത്തിന്റെ പേരിൽ നടുന്ന ഈ സദാചാര ദിനം പുണ്യാളൻ അഗർബത്തീസിന് സ്പോൺസർ ചെയ്യാൻ സാധിച്ചതില് ഒരു എന്താ പറയാ, ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നത്. എന്ത് പറഞ്ഞാലും അവസാനം അവന്റെ ഒരു പുണ്യാളൻ അഗർബത്തീസിലെത്തും. എനിക്കിതും സൈക്കിൾ ടോപ്പട്ട. നമ്മളെ മാത്യൂസ് ഏട്ടൻ പോയിട്ട് ഒരു ഹർത്താൽ പോലും നടത്താണ്ട് എന്തുകൊണ്ട് തൈനടൽ ഭാരാഘോഷം എന്നാ പറഞ്ഞേ? മാത്യൂസ് ഏട്ടന്റെ ആത്മാവ് പൊറുക്കില്ലാട്ടാ. അവര് നടട്ടാ, അടുത്ത നടത്താലോ വരട്ടെ, നമുക്ക് വെട്ടി നിർത്താലോ. അവന്റെ ഒരു നവചിന്ത. ഹായ്, ഒന്നും മിണ്ടായിരിക്കിന്റെ പപ്പേട്ടാ. ജോയേട്ടൻ പറയണത് ശ്രദ്ധിക്ക്. ജോയേട്ടനാ? പാർട്ടി വക്കീൽ അതിന്റെ അഹങ്കാരം കണ്ടില്ലേ? മാത്യൂസ് ചേട്ടൻ പോയപ്പോണ്ടായ ആ വിടവ് നമുക്ക് ആർക്കും നികത്താൻ പറ്റില്ല. പുണ്യാളനാ? എനിക്ക് ക്രിസ്ത്യാനി പേരാ. ഇതെന്തൂട്ടത്? ഇവിടെ ജോയേട്ടനടാ, പുണ്യാളൻ അഗർബത്തീസിന്റെ കമ്പനി പ്രോപ്പർട്ടിയാ. ഗ്രീനു, ഉച്ചക്കത്തെ മീറ്റിംഗിന് വേണ്ട സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് ഓക്കെ ചേച്ചി. അത് നമുക്ക് പൂരത്തിന് മുമ്പ് ശരിയാക്കാം. ഹായ്, നമ്മുടെ ബേബി മിസ്ട്രീറ്റിലേത് ഓക്കെ. അതന്നെ മുതല് ജഡ്ജി സാറേ മനസ്സിലാവില്ലേട്ടാ. ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടാ? നിന്നൊക്കെ മറക്കാൻ പറ്റുവാ? എങ്ങനെയുണ്ടാ കാര്യങ്ങളൊക്കെ? പിന്നെ പൊളിക്കല്ലേ പുണ്യാളൻ അഗർബത്തീസ്. ഞാനിപ്പോ നമ്മുടെ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ മാനേജറാണ്. അത് ശരി. അപ്പൊ നീയടാ? ഞാൻ ചീഫ് ഓപ്പറേഷൻസ് മാനേജർ. അയ്യപ്പണ്ണാണ് നമ്മുടെ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് കളക്ടർ. വൈകിട്ടേക്ക് 2 ലോഡ് പിണ്ടം വേണം, ചെന്നൈക്ക് കയറ്റി അയക്കാനുള്ളതാണ്. സാറിന് നമ്മുടെ ഇടിവെട്ടി സാബുവിനെ ഓർമ്മയില്ലേ? ശരി പേരല്ലേ? ഇപ്പൊ നമ്മുടെ സ്വന്തം ആളാ. ഒരു കുഞ്ഞാടപ്പോ ദേ അവിടെ ഓടി ഓടി നടക്കണു. മുതലാളിക്ക് ഒരു നല്ല കാലം വരുമ്പോ അത് എല്ലാവർക്കും ഉണ്ടാവും പറഞ്ഞിട്ട് മുതലാളി വാക്കാ പാലിച്ചു. ഞെട്ടിച്ച് കളഞ്ഞല്ലോ ചെക്കൻ.